അടുത്തതായിട്ട് പല വിവാദങ്ങളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. മാധ്യമങ്ങളിലൊക്കെ ന്യൂസ് അവർ ചർച്ചകളിലൊക്കെ FIR കോട്ട് ചെയ്തിട്ട് പോലീസിൻ്റെ FIR കോട്ട് ചെയ്തിട്ട് FIRൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് എന്താണ് ഇങ്ങനെ FIR എഴുതിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രവണത പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ FIR എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചാൽ പോലീസ് തയ്യാറാക്കുന്ന ആദ്യത്തെ രേഖയാണ് പ്രഥമ വിവര റിപ്പോർട്ട് അഥവാ FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഒരു കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി അല്ലെങ്കിൽ അതിന് സാക്ഷിയായ വ്യക്തി, അങ്ങനെ ആർക്ക് വേണമെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാം. പോലീസിൽ പോയിട്ട് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നതായിട്ടുള്ള വിശ്വസനീയമായ വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവരത് FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യും. നേരെ മറിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഒരു കുറ്റകൃത്യം നടന്നതായി വിശ്വസനീയമായ വിവരം വേറെ എവിടെയെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നേരിട്ട് സ്വമേധയായും FIR രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇതിൽ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിന് മുകളിൽ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങളാണ് കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന് പറയുക. ഈ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കോഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ അതായത് നിസ്സാര കുറ്റകൃത്യങ്ങളാണെങ്കിൽ നമുക്ക് കോടതി വഴി മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 3 വർഷത്തിൻ്റെ മുകളിൽ ശിക്ഷയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്കെല്ലാം പോലീസ് സ്വമേധയാ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അനുസരിച്ചോ FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതാണ് FIRനെ പറ്റിയുള്ള പ്രാഥമികമായ വിവരം. ഇനിയിപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SP കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ SP പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും, ഈ FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കോടതി വഴിയും പിന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉള്ള മാർഗങ്ങൾ. പിന്നെ FIRൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? FIRൽ ഉണ്ടാവുന്നത് ഒന്ന്, വിവരം നൽകിയ ആളുടെ ഡീറ്റെയിൽസ്. ഒരാൾ വന്നിട്ടാണല്ലോ ഈ പോലീസിന് പരാതി കൊടുക്കുന്നത്, പരാതി കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ്. പിന്നെ ഈ കുറ്റകൃത്യത്തിനെ പറ്റി വിവരം നൽകിയ അയാൾ പറഞ്ഞത് എന്താണ്, അതിനനുസരിച്ച് സ്ഥലം, സമയം, കുറ്റകൃത്യം നടന്ന രീതിയൊക്കെ പറ്റി വിവരം നൽകിയ ആൾ കൊടുത്ത വിവരം അതേപോലെ FIRലുണ്ടാവും. അപ്പോൾ FIRൽ ഉള്ള വാചകങ്ങളൊന്നും പോലീസ് എഴുതി ചേർക്കുന്നതല്ല. പരാതിക്കാരൻ അഥവാ വിവരം നൽകുന്ന ആൾ കൊടുക്കുന്ന വിവരം അതേപോലെ FIRൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ FIRലുള്ള വകുപ്പുകളും ഈ വിവരം നൽകിയ ആൾ കൊടുത്ത വിവരത്തിനനുസരിച്ചുള്ള വകുപ്പുകളാണ് FIRൽ എഴുതിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് FIR രേഖപ്പെടുത്തിയതിന് ശേഷമാണ് പോലീസ് കേസ് അന്വേഷിക്കുക. കേസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് തോന്നും, പോലീസ് എൻക്വയറി ഓഫീസർക്ക്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നും ഇതിൽ ചില കുറ്റകൃത്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെയുള്ള നടന്നിട്ടുള്ള ചില വകുപ്പുകൾ പിന്നെ ഈ കേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നും. ചിലപ്പോൾ വേറെ ചില വകുപ്പുകൾ ഉപയോഗിക്കണം എന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വകുപ്പുകളൊക്കെ പിന്നെ കോടതിയിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാറ്റം വരും. ഇനി അതല്ല, കോടതിയിൽ വാദത്തിനിടയിൽ ജഡ്ജിക്ക് തോന്നുകയാണ് ചില ഈ കുറ്റകൃത്യം നടന്ന രീതി ഇങ്ങനെയല്ല, ഈ വകുപ്പുകൾ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും വകുപ്പുകൾ മാറാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് FIRലുള്ളത് പരാതിക്കാരൻ കൊടുത്ത വിവരം മാത്രമാണ്. പരാതിക്കാരൻ ഉപയോഗിച്ച വാചകങ്ങളായിരിക്കും അതിലുള്ളത് മിക്കവാറും. പിന്നെ പരാതിക്കാരനെ കുറിച്ചുള്ള വിവരങ്ങളും ആണ് ഉണ്ടാവുക. അല്ലാതെ പോലീസ് സ്വമേധയാ പോലീസിൻ്റെ ഇഷ്ടപ്രകാരം എഴുതി ചേർക്കുന്ന കാര്യങ്ങളല്ല മിക്കവാറും FIRലുണ്ടാവുക. പിന്നെ പോലീസ് എഴുതി ചേർക്കുന്ന വാചകങ്ങളുണ്ടാകും. പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ മാത്രമാണ് പോലീസ് എഴുതി ചേർക്കുന്ന വാചകങ്ങൾ FIRലുണ്ടാവുക. അല്ലാത്ത പക്ഷം പരാതിക്കാരൻ കൊടുത്ത വിവരങ്ങളാണ് FIRലുണ്ടാവുക. FIR ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ, ഒരു കുറ്റകൃത്യത്തിനെ പറ്റിയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. ഇത് ഭാവിയിലെ കേസ് എങ്ങോട്ട് പോകുന്നോ എങ്ങനെ പോകുന്നോ ഉള്ളതിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിന് FIRന് യാതൊരു റോളും ഇല്ല. ഇതാണ് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്. നന്ദി.